ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ? ഐ ഹോപ്പ് യു എൻജോയ്ഡ്. ഇന്ന് എക്സ്പയറി ആണല്ലോ, വീക്ക്ലി എക്സ്പയറി. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ ഒരു നിഫ്റ്റി ലെവൽസ് ഒന്നും കൂടി ഞാൻ പറയുന്നു. ഞാൻ രാവിലെ പറഞ്ഞ നിഫ്റ്റി ലെവൽസ് എന്താണെന്ന് വെച്ചാൽ 24,300 ആൻഡ് 24,600. 24,300 താഴത്ത് വന്നിട്ടില്ല. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 24,300 ആൻഡ് 303 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. സോ നിങ്ങൾക്ക് അതിനെ കണക്കായിട്ടുള്ള ട്രേഡ് എടുത്തിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞൊരു സ്റ്റോക്ക് അഡാനി ആയിരുന്നു. അഡാനി കുറച്ച് കയറിയിരുന്നു, പിന്നെ കുറച്ച് ലാസ്റ്റ് മൊമെന്റിൽ കുറച്ച്. പക്ഷെ അഡാനി യു ക്യാൻ ഹോൾഡ്. ആ കോൾ ഓപ്ഷൻ നിങ്ങൾ വെച്ചാൽ അഡാനി ടുഡേ ഓർ ടുമോറോ ഇറ്റ് വിൽ ക്രോസ് 3,200 അബോവ് ചെയ്യും. ഇന്ന് അഡാനിന്റെ ഗ്രൂപ്പ്സുകളെല്ലാം, അഡാനി പോർട്ടാലും ശരി, അഡാനി എന്റർപ്രൈസ് ആണ് ശരി, അംബുജ സിമെന്റ് എല്ലാം അഡാനി ഗ്രൂപ്പ്സ് കംപ്ലീറ്റ് ഇന്ന് ഡൗൺ ആയിരുന്നു. എനിക്കിന്ന് സംസാരിക്കാനുള്ളത് ഈ ഫാർമ സ്റ്റോക്സിനെ കുറിച്ചിട്ടാണ്. ഫാർമ സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ഈ കുറച്ച് സ്റ്റോക്സുകൾ വളരെ ഹൈയിൽ ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സ്, ഒന്ന് ലൂപ്പിൻ ഫാർമസ്യൂട്ടിക്കൽസ്, പിന്നെ ഉള്ളത് ലോറസ് ലാബ്സ് എന്നൊരു കമ്പനി, പിന്നെ സൈഡസ്, പഴയ കാടില്ല എനിക്കറിയാമായിരിക്കുമല്ലോ, ഗ്രാനുൾസ് ഇന്ത്യ. ഈ 4 കമ്പനികളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് എൻ്റെ ഒരു വ്യൂ തരാൻ പോകുന്നത്. അതിന് മുന്നിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഇന്നെൻ്റെ തീം എന്ന് വെച്ചാൽ യു ക്യാൻ ബീറ്റ് എ ഹോഴ്സ് റേസ് ബട്ട് യു കാൻ ബീറ്റ് ദ റേസസ്. ഇതെന്താന്ന് വെച്ചാൽ, ഇത് പറഞ്ഞത് ജെസ്സി ലിവർമോർ പറഞ്ഞു. എഗെയിൻ ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ജെസ്സി. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാ സമയത്തും ഹോഴ്സ് റേസ് ജയിക്കാന്ന് വെച്ചാൽ സാധിക്കില്ല. ചില സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക, ടു സൈഡ് ലൈൻ ആൻഡ് യു ഹാവ് ടു വെയിറ്റ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു വലിയൊരു എന്താ പറയുക വിസ്ഡമാണ്. സോ ജെസ്സി ലിവർമോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച. എനിവേ, ആ ജെസ്സി ലിവർമോറിൻ്റെ ആ കോട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അനാലിസിസ് തുടങ്ങുന്നത്. ഓക്കെ, നമുക്കെന്നാൽ പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ലൂപ്പിൻ എല്ലാ കമ്പനിയുടെയും മാർക്കറ്റ് ക്യാപ്പും സെയിൽസ് ഗ്രോത്ത് എത്രയുണ്ട് നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ലൂപ്പിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 79,425 crores ആണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. അതിന് എത്ര സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 കൊല്ലമായിട്ടുണ്ടെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 9.69%. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് 10% മുകളിൽ സെയിൽസ് ഗ്രോത്ത് ഇല്ലാത്തൊരു കമ്പനിയാണ് ലൂപ്പിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു കമ്പനി എടുക്കാം. ഈ ഇപ്പം വന്നൊരു കമ്പനി ലോറസ് ലാബ്സ്, 2005 ഉണ്ടായ ഒരു കമ്പനിയാണ്, ന്യൂ ബോൺ ബേബി. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 24,434 കോടി. അതിന്റെ സെയിൽസ് ഗ്രോത്ത് 3 കൊല്ലത്തെ എടുക്കുക 1.5% സെയിൽസ് ഗ്രോത്ത് ആണ് 3 കൊല്ലം കാണിക്കുന്നത് ലോറസ് ലാബ് എന്നാണ്. ഇനി നമുക്ക് കാഡില സൈഡസ് എന്ന് പറഞ്ഞ കമ്പനി അറിയാലോ, നമ്മളെ പഴയ കമ്പനി. 1995 തുടങ്ങിയൊരു കമ്പനിയാണ് കാഡില ഹെൽത്ത് കെയർ. പിന്നെന്താ പറയുക, പിന്നെ അത് സൈഡസ് ഗ്രൂപ്പായി മാറി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കമ്പനിയുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമില്ല, പഴയ ഗ്രേവി യാർഡിലൊക്കെ ഒന്നും നമുക്ക് പോകണ്ട. പക്ഷെ നമുക്ക് ഇപ്പം നോക്കുന്ന നമ്പേഴ്സ്, മാർക്കറ്റ് ക്യാപ്പ് ഇത് കമ്പനിയുടെ 1,13,926 കോടി മാർക്കറ്റ് ക്യാപ്പ്. അതിന്റെ സെയിൽസ് ഗ്രോത്ത് 10.7%. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് സെയിൽസ് ഗ്രോത്ത് ആണ് 10%, 10.10% മുകളിൽ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്ന നമ്മുടെ സൈഡസ് ഗ്രൂപ്പ്. ഇനി വരാൻ പോകുന്ന ഗ്രാനുൾസ് ഇന്ത്യ എന്നൊരു കമ്പനിയാണ്. ഇതൊരു വലിയൊരു API കമ്പനി പറഞ്ഞ് ഞങ്ങൾ കുറെ API ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അവർ ക്ലെയിം ചെയ്തത്. കുറെ കാലമായിട്ട് ഈ കമ്പനി വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ഇതൊക്കെ ഈ കമ്പനി വളരെ മോശം പെർഫോമൻസാണ് കണ്ടത് ഞാൻ സ്റ്റോക്ക്. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 12,443 കോടി. 3 കൊല്ലത്തെ അതിന്റെ സെയിൽസ് ഗ്രോത്ത് എടുക്കാൻ കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് വെച്ചാൽ 11.6%. ഈ ഗ്രാനുൾസ് ഇന്ത്യ, ഇതാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പും സെയിൽസ് ഗ്രോത്തും കാണിക്കുന്നത്. അതിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്ന ഇപ്പൊ ഗ്രാനുൾസ് 11% കാണിച്ചു. സൈഡസും നോക്കുക, സൈഡസും ഓൾമോസ്റ്റ് സെയിം. ലൂപ്പിൻ ഓൾമോസ്റ്റ് സിമിലർ 10% ഗ്രോത്ത്. അതിൽ ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് കാണിച്ച എൻ്റെ ഈ ലോറസ് ലാബ് 1.55%. 3 കൊല്ലമായിട്ട് കാണിക്കുന്ന ഒരു കമ്പനി 1% ഗ്രോത്ത് കാണിക്കുന്ന കമ്പനി വെച്ചാൽ അതൊരു നല്ലൊരു സെയിൽസ് ഗ്രോത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ ഞാൻ പറയാം.
ലൂപ്പിൽ ഇന്ന് ട്രേഡ് ചെയ്തിരിക്കുന്നത് 1742. അതിന്റെ ഓൾ ടൈം ഹൈ 1 ഇയർ ഹൈ വന്ന് 1700, 1 ഇയർ ഹൈ 52 വീക്ക് 1749. ലോവസ്റ്റ് പോയത് 890. ലോറസ് ലാബിന്റെ 471 52 വീക്കായി ഇന്ന് ചെയ്തിരിക്കുന്നത് 454. ഓൾമോസ്റ്റ് 10 രൂപയുടെ വ്യത്യാസമില്ല. സൈഡസ് ഇന്ന് ചെയ്തിരിക്കുന്ന 1132, ഓൾ ടൈം ആയി 1172, അതിന്റെ ലോവസ്റ്റ് പോയിരിക്കുന്ന 564. ഗ്രാനുവൽസ് എടുക്കാന്ന് വെച്ചാൽ ഇന്ന് ചെയ്തിരിക്കുന്ന 513, ഒരു കൊല്ലത്തെ 52 വീക്ക് എന്ന് വെച്ചാൽ ഒരു കൊല്ലം 517, ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ. സോ ഈ സ്റ്റോക്ക് എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലാണ്. അതാണ് ഞാൻ കാണുന്നത്. ഇന്ന് ഞാൻ കണ്ടെത്ത ഒരു അതിൻ്റെ മേലായിട്ടോ ഇന്ന് ഈ സ്റ്റോക്കുകൾ എങ്ങനെയല്ലോ ഓൾമോസ്റ്റ് 52 ഹൈയിൽ വന്നു. ഇനി അതിൻ്റെ വാല്യൂഷൻ നമുക്ക് നോക്കാലോ. സ്റ്റോക്ക് പി പ്രൈസ് ഏർണിംഗ് നോക്കുക വെച്ചാൽ ഈ ലൂപ്പിൻ്റെ 41, ഇൻഡസ്ട്രി പി നോക്കാൽ 35. ദാറ്റ് മീൻസ് ആ സ്റ്റോക്ക് എക്സ്പെൻസീവ് ആയിട്ടാണ് പോകുന്നത്. ഇനി ലോറസിന്റെ നോക്കുക വെച്ചാൽ സ്റ്റോക്ക് പ്രൈസ് ആണെങ്കിൽ 151, ഇൻഡസ്ട്രി പി 35. നോ വേ, ഇറ്റ് ഈസ് വെരി വെരി എക്സ്പെൻസീവ്. സൈഡസ് നോക്കുക വെച്ചാലോ ഇൻഡസ്ട്രി പി 35, സ്റ്റോക്ക് പി 29. അത് ഇൻഡസ്ട്രി പിനെക്കാട്ടും കുറച്ച് കുറഞ്ഞ് കാണിക്കുന്നു. ഗ്രാനുവൽസിന്റെ പി നോക്കുക 35 ആണ് ഇൻഡസ്ട്രി പി, ഗ്രാനുവൽസിന്റെ പി 30. ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഏർണിംഗ് വെച്ച് നോക്കുക വെച്ചാൽ. പിന്നെ ഇതിന്റെ ഒരു കാര്യം നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം റിട്ടേൺ ഓഫ് ഈക്വിറ്റി. റിട്ടേൺ ഓഫ് ഈക്വിറ്റി ഓണേഴ്സ് മണി, ഓണേഴ്സിന് എന്ത് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. ഗ്രാനുവൽസ് 13% റിട്ടേൺസ് ആണ് അതിന്റെ ഓണർക്ക് കൊടുത്തിട്ടുള്ളത്. സൈഡസ് റിട്ടേൺ 20% കൊടുത്തിട്ടുണ്ട്. ലോറസ് ലാബ് 3.9% കൊടുത്ത ഒരു കമ്പനിയാണ് ലോറസ് ലാബ്. ലൂപ്പിന് വെച്ചാൽ 14% കൊടുത്തിട്ടുണ്ട് ഇതിന് റിട്ടേൺ. സോ ലൂപ്പിനും സൈഡസും നല്ലൊരു റിട്ടേൺസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണും. പിന്നെ വരുന്നത് ഈ വലിയൊരു നോക്കുക വെച്ചാൽ ഈ മാർക്കറ്റ് ക്യാപ് ടു സെയിൽ നോക്കുക. ഈ മാർക്കറ്റ് ക്യാപ് ലൂപ്പിന്റെ നോക്കുക 79, അവർ മാർക്കറ്റ് ക്യാപ് ടു സെയിൽ വരുന്ന 4 ആണ്. അത് കുറച്ച് കൂടുതലാണ്. അതുപോലെ ലോറസിന്റെ മാർക്കറ്റ് ക്യാപ് ടു സെയിൽ അതും 4.87 കാണുന്നത്, അതും വളരെ കൂടുതലാണ്. മാർക്കറ്റ് ക്യാപ് ടു സെയിൽ കാഡിലിന്റെ 5.86, എൻ്റെ പറ്റി അതൊക്കെ കുറച്ച് കൂടുതലാണ്. ഗ്രാനുവൽസിന്റെ കുറച്ച് കുറവ് 2.77. ഇനി നമുക്ക് കാണേണ്ട ഈ കമ്പനീന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് എത്രയുണ്ട് നോക്കട്ടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഗ്രാനുവൽസിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് വെച്ചാൽ -6.5 ആണ്. സൈഡസിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 39.5 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണിക്കുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നത്. അതുപോലെ ലോറസ് ലാബിന്റെ ഓപ്പറേറ്റിംഗ് ഗ്രോത്ത് കാണിക്കുന്നത് -51 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളത്. ലൂപ്പിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് 121%. സോ ഇതിൽ നിന്നുള്ള എനിക്ക് കാണാൻ പറ്റുന്ന 2 കമ്പനിയാണ് അതിന്റെ സ്ട്രോങ് കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന് ലൂപ്പിനും സൈഡസും. ഈ 2 കമ്പനി വെരി സ്ട്രോങ് കമ്പനിയായിട്ട് തോന്നുന്നു. ലൂപ്പിന്റെ റിട്ടേൺ ഓഫ് ഈക്വിറ്റി 14% ഉണ്ട്, സൈഡസിന്റെ റിട്ടേൺ ഓഫ് ഈക്വിറ്റി 20% ഉണ്ട്. സോ ദീസ് 2 കമ്പനീസ് വളരെ സ്ട്രോങ് കമ്പനി ആയിരുന്നു. ഇനി ക്യുക്ക് റേഷ്യോ നോക്കുന്നത് 1.51 സൈഡസിലുണ്ട്, ലൂപ്പിന് നോക്കുകയെന്ന് വെച്ചാൽ 1 ഉണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ക്യാഷ് ഫ്ലോ ലൂപ്പിന് ഈസ് ഓൾസോ ഗുഡ് ക്യാഷ് ഫ്ലോ. ലയബിലിറ്റീസ് നോക്കുക വെച്ചാൽ ഓൾമോസ്റ്റ് കറണ്ട് അസെറ്റ് 13,000 കോടി, ലയബിലിറ്റി 8 കോടിയേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് 3,648 കോടി കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് 3 കൊല്ലമായിട്ട് ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് 2,637 കോടി കാണിക്കുന്നു. സോ ഇതിൽ ഈ 2 കമ്പനി ഐ ഫീൽ ഇറ്റ് ഈസ് ഗുഡ്, ലൂപ്പിനും സൈഡസും. ആൻഡ് ഐ എക്സ്ക്ലൂഡ് ലോറസ് ആൻഡ് ഗ്രാനുവൽസ്. ഈ 4 കമ്പനിയാണ് ഞാൻ അനലൈസ് ചെയ്തത്. നിങ്ങളുടെ വ്യൂ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് നിങ്ങളുടെ വ്യൂ, എൻ്റെ വ്യൂ, നിങ്ങളുടെ വ്യൂ ഉള്ള കമൻറ്റ്. ഈ കമ്പനികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാർക്കറ്റ് ലീഡേഴ്സ് തന്നെയാണ്. പിന്നെ എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉള്ള, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.
സോ അതൊരു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇടുന്ന കണ്ടന്റ് ഒക്കെ ആ മാർക്കറ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം മാർക്കറ്റ് ടൈമിൽ ഞാൻ പറയുന്ന സ്റ്റോക്സ് നിങ്ങൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് നോ വാല്യൂ ഫോർ ദാറ്റ് ന്യൂസ്. Thank you guys. Thank you very much seeing my video.